വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന് സംസ്ഥാനം കുറച്ച് കണക്കുകൾ നൽകി. ഈ കണക്കുകളെ സംബന്ധിച്ച് വലിയ വിവാദം ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. ഈ കണക്കിൽ ആർക്കാണ് പിഴച്ചത്? കണക്കിൽ ആർക്കാണ് പിഴച്ചതെന്ന് പറയുന്നതിന് മുമ്പ് ഒരു രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് പറയാം. ഇന്നലെ ഹൈക്കോടതി ഉത്തരവിൻ്റെ ഭാഗമായി വന്ന അതിനോട് ചേർത്താണ് ഈ കണക്കുകൾ വന്നിരിക്കുന്നത്. ആ കണക്കുകൾ പുറത്ത് വന്നതുകൂടി സർക്കാർ വലിയ പ്രതിസന്ധിയിലായി. മുഖ്യമന്ത്രി ഒരു പത്രക്കുറിപ്പിറക്കി, ചീഫ് സെക്രട്ടറിയും ഒരു പത്രക്കുറിപ്പിറക്കി. അതിനുശേഷം ഒരു വലിയ രക്ഷാപ്രവർത്തനം നടന്നു. ഞാൻ കരുതി ഇന്നത്തെ പത്രങ്ങളിലൊക്കെ വലിയ തലക്കെട്ടുകളിലെ വാർത്ത വരുന്നതാണ്. പക്ഷേ പത്രങ്ങളിൽ വാർത്തയുണ്ട്, പക്ഷേ വാർത്ത നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല, ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലൊരു വാർത്ത വന്നില്ല. കാരണം ഒരു വലിയ രക്ഷാപ്രവർത്തനം നടന്നു. സർക്കാർ ഇടപെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കേരളത്തിലെ സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും മാരകമായ അടിയാണ് ഈ കണക്കുകൾ പുറത്തു വന്നത്. ഓർക്കണം, ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വലിയ തോതിൽ സംഭാവന നൽകണമെന്ന് ആ പ്രളയ ദുരന്തമുണ്ടായ സമയത്ത് നിരന്തരം നമ്മുടെ എല്ലാ വീഡിയോകളിലും ആവർത്തിച്ച് പറഞ്ഞവരാണ് നമ്മൾ, അല്ലേ? ABC-യുടെ ആ സമയത്ത് ഇറങ്ങിയ എല്ലാ വീഡിയോകളിലും ദുരിതാശ്വാസ നിധിയിൽ ഉദാരമായി സംഭാവന ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കൊരു ഖേദം തോന്നുന്നുണ്ട്. കാരണം ഇങ്ങനെയാണ് സർക്കാർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ എങ്ങനെ നമുക്ക് സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയെ പ്രോത്സാഹിപ്പിക്കേണ്ടി വരുമെന്നൊരു സംശയം സ്വാഭാവികമായും എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ ഇപ്പോൾ നമുക്കുണ്ട്. ഇപ്പോൾ ഞാനൊന്ന് പറയട്ടെ, ഇപ്പോൾ സർക്കാരിൻ്റെ ഇപ്പോൾ വിശദീകരണം എന്താ? ഞങ്ങൾ കൊടുത്തത് ഒരു എസ്റ്റിമേറ്റാണ്, ചെലവിൻ്റെ തുകയല്ല. ഓക്കെ, നമുക്ക് വാദത്തിന് സമ്മതിക്കാം. സിനു ഒരു വീട് വെക്കാൻ പോവുക. ഒരു വീട് വെക്കുമ്പോൾ നമ്മളൊരു എസ്റ്റിമേറ്റ് തുകയുണ്ട്. വീട് പൂർത്തിയാക്കി പാലുകാച്ച് വരെയുള്ള ചെലവുകൾ എടുത്തിട്ട് എസ്റ്റിമേറ്റഡ് ഒരു 25 ലക്ഷം രൂപ എന്നുണ്ടാവുന്നു. അതായത് ആ ചെലവുകൾ നമ്മൾ മീറ്റ് ചെയ്തിട്ടില്ല. അതെ, നമ്മൾ ചെലവാക്കാത്ത തുക, എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്ന തുകയാണ് എസ്റ്റിമേറ്റ്. അങ്ങനത്തെ ഒരു കണക്കാണ് കൊടുത്തതെന്നാണ് സർക്കാർ പറയുന്നത്. ഇത് പച്ചക്കള്ളമാണ്. കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം ഞാൻ പറയാം. മരണം 359 ആളുകൾ മരിച്ചു. മരിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട് സർക്കാർ പറയുന്ന ഒരാൾക്ക് ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ ചിലവായി എന്നാണ്. നമ്മുടെ നാട്ടിൽ സാധാരണ മരണം സംഭവിക്കാത്ത വീടുകൾ അല്ലെങ്കിൽ മരണം സംഭവിച്ചതുമായി ബന്ധപ്പെടാത്ത മനുഷ്യരാരുമില്ല. ഇപ്പോൾ പലയിടത്തും ഹിന്ദുക്കളാണെങ്കിൽ ഗ്യാസ് ഉപയോഗിച്ചാണ് കത്തിക്കുന്നത് പലയിടത്തും. എനിക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഒരു 5,000 രൂപ മുതൽ 8,000 രൂപ വരെ കൊടുത്താൽ ഒരു മൃതദേഹം കത്തിക്കാം, ദഹിപ്പിക്കാം, സംസ്കരിക്കാനായിട്ട് 5,000 അല്ലെങ്കിൽ 8,000 രൂപ മതി. ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. അതിനാണ് സർക്കാർ 75,000 രൂപ എന്ന് പറയുന്നത്. അത് ശ്രദ്ധിക്കണം. ഇനി മാത്രമല്ല, ഈ മുണ്ടക്കൈ ദുരന്തത്തിൽ മരിച്ച ആളുകളുടെ മൃതദേഹങ്ങൾ പുത്തുമലയിലാണ് സംസ്കരിച്ചത്. അറിയാലോ, ഓഗസ്റ്റ് 4-5 തീയതിയിൽ സംസ്കരിച്ചു. അതായത് സംസ്കാരം കഴിഞ്ഞു. ഈ സ്വന്തം നിലയ്ക്ക് സംസ്കരിച്ചവർക്ക് സർക്കാർ കൊടുത്തത്, സംസ്കാരത്തിന് വേണ്ടി കൊടുത്ത ചിലവ് 10,000 രൂപയാണ്. സ്വന്തം നിലയിൽ സംസ്കരിച്ചത്. അതായത് സ്വന്തം നിലയ്ക്ക് ഒരു മൃതദേഹം സംസ്കരിക്കാൻ ഒരു കുടുംബത്തിന് കൊടുത്തത് 10,000 രൂപയാണ്. അപ്പോൾ സർക്കാർ ഒരു മൃതദേഹം സംസ്കരിക്കാൻ കണക്കാക്കിയിട്ടുള്ള തുക എത്രയാണ്? 10,000 രൂപയാണ്. അതെ, 10,000 രൂപയാണ് സർക്കാരിന് അറിയാം. ആ 10,000 രൂപയാണ് ഇതിനകത്ത് 75,000 രൂപയായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. കൊടുത്തത് 10,000 അപ്പോൾ തന്നെ അത് കള്ളത്തിലാണ്. അതിനകത്ത് ബേസ്ലെസ് എന്ന് പറയാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് എസ്റ്റിമേറ്റ് അല്ല, അത് ഹാപ്പൻഡ് ആണ്, സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ എസ്റ്റിമേറ്റ് ഇല്ല. സംഭവിച്ചു കഴിഞ്ഞ കാര്യത്തിന് എസ്റ്റിമേറ്റ് എങ്ങനെ ഇടുന്നത്? അപ്പം 359 മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ നിരക്കായ 10,000 രൂപ വെച്ച് കൂട്ടിയാൽ പോലും ഇതിൻ്റെ പകുതിയിൽ താഴെ വരുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞു പോയ ഒന്നിന് എങ്ങനെ എസ്റ്റിമേറ്റ് ഇടുന്നത്? അത് പാടില്ല. അത് കള്ളത്തരമല്ലേ? അതാണ് കള്ളത്തരം. ഇപ്പം സേവാഭാരതി, ഈ പറഞ്ഞ പോലെ സേവാഭാരതി മാത്രം 49 മൃതദേഹങ്ങൾ സംസ്കരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയാണെങ്കിൽ സർക്കാർ പറയുന്നതനുസരിച്ചാണ് 37 ലക്ഷം രൂപ സേവാഭാരതി ചിലവാക്കിയിട്ടുണ്ട് കണക്കനുസരിച്ചാണെങ്കിൽ. അപ്പോൾ ഇതിനകത്തൊരു വലിയ കള്ളത്തരമുണ്ട്. കള്ളത്തരം എന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ടാക്കുന്ന ഒരു ക്യാപ്സൂളുകൾ ഉണ്ടാക്കുകയാണ്. അതായത് ഇത് മുഴുവൻ എസ്റ്റിമേറ്റാണ്. പക്ഷേ ഇതിനകത്ത് തന്നെ പല ഹെഡിലും ആക്ച്വൽസ് എന്ന് കാണിക്കുന്നുണ്ട്. ആക്ച്വൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ളത്. മൃതദേഹത്തിൻ്റെ സംസ്കരിച്ചതിൻ്റെ ഭാഗത്ത് 75,000 രൂപ ഒരു മൃതദേഹത്തിന് വേണം എന്ന് പറയുന്നിടത്ത് 2,76,00,000 രൂപ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ വേണം എന്ന് പറയുന്നിടത്ത് ആക്ച്വൽസ് എഴുതിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എടുത്തു എന്ന് പറയുകയാണ്. അതെങ്ങനെ എസ്റ്റിമേറ്റ് ആവുന്നത്? ഈ സർക്കാർ പറയുന്ന രേഖയ്ക്കകത്ത് എസ്റ്റിമേറ്റഡ് എമൗണ്ട്സും ഉണ്ട്, ആക്ച്വൽസും ഉണ്ട്. പക്ഷേ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ വേണ്ടി 2,76,00,000 രൂപ ആയി എന്നുള്ളത് അത് നടന്നു കഴിഞ്ഞ കാര്യമാണ്. അതിന് എസ്റ്റിമേറ്റ് ബാധകമല്ല. സർക്കാരും അത് ആക്ച്വൽസ് എന്ന് പറയുന്നുണ്ട്. ഇനി യൂസർ കിറ്റ് വാങ്ങി. ഈ യൂസർ കിറ്റിന് വേണ്ടിയിട്ട് യൂസർ കിറ്റിനകത്ത് ഒരു ടോർച്ച്, ഒരു റെയിൻകോട്ട്, ഒരു ഗം ബൂട്ട്, ഇത്രയാണുള്ളത്. അതിനു വേണ്ടി 2.98
കോടി രൂപ, 2,98,00,000 രൂപ, അതായത് ഏതാണ്ട് 3 കോടി രൂപ, 2 ലക്ഷം രൂപയുടെ 3 കോടി രൂപ. അപ്പോൾ ഇതിനകത്തുള്ള ഒരു ടോർച്ച്, ഒരു റെയിൻകോട്ട്, ഒരു ഗംബൂട്ട്, ഇതിന് മാർക്കറ്റ് വില പരമാവധി വരാവുന്നത് 2,000 രൂപയാണ്. മനസ്സിലായോ? അതിനാണ് സർക്കാർ എന്ത് ചെയ്തിരിക്കുന്നത്, ആകെ ഏതാണ്ട് എത്ര സന്നദ്ധ പ്രവർത്തകരുണ്ടായിരുന്നു, 3,000 സന്നദ്ധ പ്രവർത്തകർ കൂട്ടുക. 3,000 പേർക്ക് 2,000 രൂപ വെച്ച് ചിലവാക്കി എത്ര രൂപ വരും? ഏതാണ്ട് 6 ലക്ഷം രൂപ വരും അല്ലേ? അതിനാണ് 2,98,00,000 രൂപ കാണിച്ചിരിക്കുന്നത്. അതും എസ്റ്റിമേറ്റ് അല്ല, സംഭവിച്ചു കഴിഞ്ഞാണ് അല്ലേ? രക്ഷാപ്രവർത്തനം സംഭവിച്ചു കഴിഞ്ഞു. അവിടെ ഗംബൂട്ടും റെയിൻകോട്ടും ടോർച്ചുകളും കൊടുത്തിട്ടുണ്ട്. അതിന് ഉള്ള തുക എസ്റ്റിമേറ്റും അല്ല, ചിലവായി കഴിഞ്ഞാണ്. പക്ഷേ ചിലവായി കഴിഞ്ഞതിൻ്റെ 10-15 ഇരട്ടി തുക 2,98,00,000 രൂപ എന്ന് കാണിച്ചു. മാർക്കറ്റ് വിലയുടെ എത്ര ഇരട്ടിയാണ്? മാത്രമല്ല ഈ ഇതിനകത്ത് അവിടെ ഞാനിപ്പോൾ മനസ്സിലാക്കി, അവിടുത്തെ ഒരു വയനാട്ടിലേക്ക് ഒരു ഏജൻസി 4,000 റെയിൻകോട്ടുകൾ ഫ്രീ കൊടുത്തിരുന്നു. ബാക്കി സാധനങ്ങളെല്ലാം ഫ്രീ കൊടുത്തു. അപ്പോൾ അത് സർക്കാരിനറിയാം, കണക്കറിയാം. സർക്കാരിന് കണക്കറിയാമെന്നിരിക്കുകയാണ് 2,98,00,000 രൂപ കോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നോക്കൂ, ഇനിയുള്ളത് ഭക്ഷണം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷണമാണല്ലോ. ക്യാമ്പുകളിൽ 4,000 പേരുണ്ടായിരുന്നു. 8 കോടി രൂപയാണ് ചിലവാക്കിയിരിക്കുന്നത്. അതായത് ഒരാൾക്ക് ഒരു മാസം 20,000 രൂപ, അതായത് പ്രതിദിനം 666 രൂപ ഭക്ഷണത്തിന്. സർക്കാർ അതും എസ്റ്റിമേറ്റ് അല്ല, ക്യാമ്പിൽ കഴിയുന്നവർ ഭക്ഷണം ഇതുവരെ കഴിച്ചു. അതിനുവേണ്ടി സർക്കാർ പറയുന്നത് 8 കോടി ചിലവായി. 4,000 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ 8 കോടി എന്ന് പറഞ്ഞാൽ 4,000 പേര് 8 കോടി രൂപ 4,000 കൊണ്ട് ഹരിച്ചാൽ ഒരു മാസം ഒരാൾക്ക് 20,000 രൂപ, ഒരാൾക്ക് ഒരു ദിവസം 666 രൂപ. നമ്മുടെ നാട്ടിൽ 4 പേരുള്ള ഒരു കുടുംബത്തിന് കഴിയാൻ 4,000 രൂപ മതി. അപ്പോഴാണ് സർക്കാരിൻ്റെ ഈ ചിലവ്. അവിടെയും വേറൊരു കാര്യമുണ്ട്, ഭക്ഷ്യവസ്തുക്കൾ വലിയ തോതിൽ അവിടെ സംഭാവനയായിട്ട് കിട്ടും. എത്രയോ പേര് അതെ കിട്ടി. വെള്ളം കിട്ടി, കുടിവെള്ളത്തിൻ്റെ കണക്ക് ഇവർ വെച്ചിട്ടുണ്ട്. കുടിവെള്ളം അവസാനം കുപ്പിവെള്ളം മുഴുവൻ അവിടെ വന്നിട്ട് ഇനി അയക്കരുതേ എന്ന് പറയുകയും ലേലം ചെയ്യാൻ വരെ ആലോചിച്ചു. അവിടെ ഭക്ഷ്യവസ്തുക്കൾ, വസ്ത്രങ്ങൾ, ഇതെല്ലാം വൻതോതിൽ കിട്ടി. ഇനി അയക്കരുതെന്ന് ജില്ലാ ഭരണകൂടം പറഞ്ഞു. ഇനി വസ്ത്രത്തിന് കാര്യവിടെ പറയാതെ പറ്റില്ല. വസ്ത്രത്തിന് വേണ്ടി ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് 11 കോടി രൂപയാണ്. അതും കാൽക്കുലേറ്റഡ് അല്ല, എസ്റ്റിമേറ്റഡ് അല്ല, ആക്ച്വൽസ് ആണ്. കാരണം ഓൾറെഡി ആളുകൾക്ക് വസ്ത്രം കൊടുത്തല്ലോ. വസ്ത്രം കൊടുത്തത് എങ്ങനെയാണ്? അതായത് സർക്കാർ പറയുന്ന 11 കോടി രൂപ ചിലവായെങ്കിൽ 4,000 ആളുകളെ ക്യാമ്പിൽ താമസിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് ഈ 11 കോടിയെ 4,000 കൊണ്ട് ഹരിച്ചാൽ ഒരാൾക്ക് ഒരു മാസം 27,500 രൂപയുടെ വസ്ത്രം കൊടുത്തു. മനസ്സിലായോ? ഇങ്ങനെ ഒരു JCB വാടക, JCBകൾ അന്ന് കൊടുത്തത് മുഴുവൻ സൗജന്യമായി ഡീസൽ കാശ് വാങ്ങിച്ചിട്ടാണ് JCBകൾ അവിടെ പോയത്. JCBകൾക്ക് 15 കോടി രൂപ ചിലവായെന്നാണ് പറയുന്നത്. ആ പണം ഉണ്ടെങ്കിൽ ഒരു 10 JCB വാങ്ങാം, സ്വന്തമായിട്ട് വാങ്ങാം. അപ്പോൾ ഇങ്ങനെയുള്ള കണക്കുകളാണ് ആകെ പറഞ്ഞ്. പട്ടാളം താമസിച്ച എവിടെയാണ്? സൈന്യം താമസിച്ചത് സ്കൂളിലാണ്. അതിനു വേണ്ടിയിട്ടും ഏതാണ്ട് 15 കോടി രൂപ ചെലവഴിച്ചു. സൈന്യം താമസിച്ച സ്കൂൾ എല്ലാവർക്കും അറിയാം സൈന്യം എവിടെ താമസിച്ചെന്ന്. ഇനി ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഓർക്കണം, ഭക്ഷണം ഒന്നും സർക്കാർ കൊടുത്തിട്ടില്ല. നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ബ്രിഗേഡായ വൈറ്റ് ഗാർഡ്സ്, മഞ്ഞ യൂണിഫോം ധരിച്ച വൈറ്റ് ഗാർഡ്സ് ആണ് അവിടെ ഏറ്റവും കൂടുതൽ ഭക്ഷണം വിതരണം ചെയ്തത്. അവർ വളരെ സ്തുത്യർഹമായ രീതിയിൽ അവിടെ പ്രവർത്തിച്ചാണ്. DYFI ഉണ്ടായിരുന്നു, സേവാഭാരതി എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും വൈറ്റ് ഗാർഡിൻ്റെ ഒരു സാന്നിധ്യം വളരെ പ്രബലമായി അവിടെ ഉണ്ടായിരുന്നു. വൈറ്റ് ഗാർഡ് അവിടെ ഈ നടത്തിയ ഭക്ഷണ വിതരണം അടക്കമുള്ള കാര്യങ്ങൾ അവസാനത്തെ ദിവസം സർക്കാർ നിരോധിച്ചു, ഇനി കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അവിടെ വന്ന മുഴുവൻ പേർക്കും, പോലീസുകാർക്കും പട്ടാളക്കാർക്കും രക്ഷാപ്രവർത്തകർക്കും ഒക്കെ ഇതുപോലെ സന്നദ്ധ പ്രവർത്തകരാണ് ഭക്ഷണം കൊടുത്തത്. അതിനാണ് സർക്കാർ ഈ ഭീമമായ തുക കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും പറയുന്നത് എസ്റ്റിമേറ്റാണ്. ഇതെങ്ങനെ എസ്റ്റിമേറ്റ് ആവുന്നത്? ആളുകൾക്ക്, നമ്മുടെ പ്രേക്ഷകരൊന്നും ആലോചിക്കണം. നമ്മൾ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ്, ആക്ച്വൽസ് എന്ന് പറയുന്നത് എപ്പോഴാണ്? അപ്പോൾ മൃതദേഹങ്ങളുടെ കാര്യത്തിൽ വലിയ തോതിൽ പണമടിക്കാൻ ശ്രമിക്കുക, സാധനങ്ങളുടെ രക്ഷാപ്രവർത്തനത്തിൽ ഉപയോഗിച്ച മഴക്കോട്ട്, ബൂട്ട്, ടോർച്ച്, ഇതിൻ്റെ പേരിൽ താമസം, ഭക്ഷണം. ഇനിയിപ്പോൾ ബെയിലിപ്പാലം സൈന്യം വന്നല്ലേ ഉണ്ടാക്കിയത്. ആ പാലം ഉണ്ടാക്കുന്നത് നമ്മൾ മുഴുവൻ കണ്ടു. പാലം ഉണ്ടാക്കി കഴിഞ്ഞു. പാലം ഇനി ഉണ്ടാക്കാനിരിക്കുകയാണെങ്കിൽ എസ്റ്റിമേറ്റ് ഉണ്ടാക്കാം. പാലം ഉണ്ടാക്കി കഴിഞ്ഞ പാലത്തിനിടയിൽ കല്ല് പാകിയത്ര 1 കോടി രൂപയ്ക്ക്. ഒരു ചീള് കല്ല് അവിടെ വെച്ചിട്ടില്ല. നമ്മളത് പാലം നിർമ്മിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പാലത്തിന്റെ മൊത്തം ചിലവേണ്ട 1 കോടിക്ക് തൊട്ട്. അതാണ് നമ്മൾ ഈ പാലം നിർമ്മിക്കുന്നത് മുഴുവൻ നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരുന്നു. അതിന്റെ താഴെ കല്ല് വിരിക്കുന്ന എവിടെയെങ്കിലും കണ്ടോ? നമ്മൾ കണ്ടില്ല. കല്ല് വിരിക്കാൻ വേണ്ടി 1 കോടി രൂപ. നോക്കൂ, ഇതിങ്ങനെയാണ് കണക്കുണ്ടാക്കുന്നത്. ഇങ്ങനെയാണ് ഒരു സർക്കാർ കണക്കുണ്ടാക്കേണ്ടത്. ഇതിനെ സർക്കാർ ഇപ്പോൾ ആകെ ക്യാപ്സൂൾ ഇറക്കി ഇത് കള്ളത്തരമാണെന്ന് പറയുമ്പോൾ ഇതിനിടയ്ക്ക് പറയാതെ പോയൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്.
കാരണം ഇതിനകത്ത് ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നു. നമ്മുടെ നാട്ടിൽ പ്രളയം, ഓഖി ഇതൊക്കെ വരുമ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനം എന്ന് പറഞ്ഞ് വലിയ മാമാങ്കങ്ങൾ, അങ്ങനെ പറയേണ്ടി വരും, മാമാങ്കങ്ങൾ സർക്കാർ നടത്തുന്നുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനം സർക്കാരിൻ്റെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. സർക്കാർ അത് ചെയ്തേ പറ്റൂ, സർക്കാരിന് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അതിനെ ധനാഗമ മാർഗമായി, പണമുണ്ടാക്കാനുള്ള മാർഗമായി സർക്കാർ വിനിയോഗിക്കുന്നുണ്ടോ എന്ന് സർക്കാരോ അല്ലെങ്കിൽ ഭരണകക്ഷിയോ വിനിയോഗിക്കുന്നുണ്ടോ എന്നൊരു ആക്ഷേപം വളരെ കാലമായി നിലനിൽക്കുന്നുണ്ട്. നമുക്കിതിനു മുമ്പ് സുനാമി ആവട്ടെ, അല്ലെങ്കിൽ ഇടുക്കിയിലൊക്കെ ഉണ്ടായ ഉരുൾപൊട്ടലാവട്ടെ, പ്രളയമാവട്ടെ, ഇതിനൊക്കെ കിട്ടിയ ഫണ്ട്, ഇതിനൊക്കെ ഉപയോഗിച്ച ഫണ്ടിൻ്റെ വിനിയോഗം സംബന്ധിച്ച കണക്കുകളൊന്നും ഇതുപോലെ നമ്മുടെ പൊതുസമൂഹത്തിന് മുന്നിൽ വന്നിട്ടില്ല. ഇപ്പോൾ വന്നത് ഹൈക്കോടതിയിൽ ഒരു പൊതു താൽപ്പര്യ ഹർജി വന്നു. പൊതു താൽപ്പര്യ ഹർജി വന്നപ്പോൾ സർക്കാർ ഈ ഡോക്യുമെൻ്റ് അഫിഡവിറ്റായിട്ട് കൊടുത്തു. ഇപ്പോൾ കൊടുത്തതല്ല, ഇന്നലെ കൊടുത്തതല്ല, ഇത് കൊടുത്തിട്ട് കുറച്ച് ദിവസമായി. കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് സ്വാഭാവികമായും ഇത് വായിച്ച് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലെ ജഡ്ജിമാർ ഞെട്ടിപ്പോയി കാണും. ഞെട്ടിപ്പോയത് കൊണ്ടാവാം അവരെന്ത് ചെയ്തു, ഈ ഡോക്യുമെൻറ്റിലെ ഡീറ്റെയിൽസ് അതേപടി തങ്ങളുടെ വിധിന്യായത്തിൽ കോട്ട് ചെയ്തിട്ട് ആ ഓർഡർ പ്രഖ്യാപിച്ചു. അതിപ്പോൾ പബ്ലിക് ഡൊമൈനിലൂടെ, അതുകൊണ്ടാണ് നമുക്ക് കിട്ടിയത്. അല്ലെങ്കിൽ കിട്ടൂല. അപ്പോൾ ഹൈക്കോടതി തങ്ങളുടെ ഉത്തരവിൽ ഈ പറയുന്ന സർക്കാരിൻ്റെ ഈ ഹെഡ്സ് എന്ന് പറയുന്ന ചെലവുകൾ മുഴുവൻ അതിൽ ഉൾപ്പെടുത്തിയിട്ട് എനിക്കൊന്ന് ഹൈക്കോടതി ഒരു പക്ഷേ ഒരു പണി സർക്കാരിന് കൊടുത്തതാണോ എന്ന് സംശയിച്ചാൽ തെറ്റൊന്നുമില്ല. ജനം ഇത് അറിയണം എന്ന് കരുതി തന്നെ ഹൈക്കോടതി വിധിന്യായത്തിൽ ഇത് ഉൾപ്പെടുത്തിയതുകൊണ്ടാണ് നമ്മളത് അറിഞ്ഞത്. ഇപ്പോൾ സർക്കാരിൻ്റെ മാനദണ്ഡം അനുസരിച്ച് ഈ പറയുന്ന തുക എല്ലാം കൂടെ കൂട്ടിയാൽ, ഇപ്പോൾ സർക്കാർ ഇപ്പോൾ ഈ കൂട്ടി എക്സാജറേറ്റഡ് ആയിട്ടുള്ള തുക, ഇല്ലാ കണക്കും കള്ളക്കണക്കും ഒക്കെ പറഞ്ഞ് പൊലിപ്പിച്ചൊരു തുക ഉണ്ടാക്കിയല്ലോ, അതെല്ലാം കൂടെ കൂട്ടിയാൽ ടോട്ടൽ എത്ര വരും എന്നറിയാമോ? 300 കോടി രൂപ. അതായത് പൊലിപ്പിച്ച് ഇത്രയും കണക്കുണ്ടാക്കിയിട്ട് 300 കോടി രൂപയെ വരുന്നുള്ളൂ. ഈ കണക്കുണ്ടാക്കി കൈവച്ചിട്ടാണ് കേന്ദ്രം 1600 കോടി രൂപ തരണമെന്ന് ആവശ്യപ്പെടുന്നത്. 300 കോടിക്ക് അല്ലേ? അതെ, 300 കോടി തന്നെ പൊലിപ്പിച്ച കണക്കാണ് രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിച്ചത്. അങ്ങനെ കള്ളക്കണക്കുണ്ടാക്കി കേന്ദ്രത്തിന് കൊടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവുകയാണ്. വളരെ ഗുരുതരം. കാരണം ഇതുവരെ ഇതും ദുരിതാശ്വാസ ഫണ്ടൊക്കെ കൊടുക്കുന്നൊരു മാനദണ്ഡമുണ്ട്. ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഒരു മാനദണ്ഡങ്ങൾ അനുസരിച്ച് പരിശോധിച്ചാൽ ഏതാണ്ട് 218 കോടി രൂപ ആണ് കേന്ദ്രം ഇപ്പോൾ തരേണ്ടത്. 218 കോടി രൂപയ്ക്ക് മാത്രം അർഹതയുള്ളപ്പോഴാണ് 300 കോടി രൂപയുടെ ഒരു പൊലിപ്പിച്ച കണക്കുണ്ടാക്കി കയ്യിൽ വെച്ചിട്ട് 1600 കോടി നമ്മൾ ഡിമാൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൊരു കാര്യം, നമ്മൾ ഈ ദുരന്തങ്ങളുണ്ടാവും. ദുരന്തങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ മുണ്ടക്കൈ അവിടെ ഒരു ചെറിയ ഒരു പ്രദേശമല്ല, ഒരു പഞ്ചായത്തിലെ ഒരു വാർഡ് മൊത്തം നശിച്ചുപോയി, 1-2 വാർഡുകൾ മൊത്തം നശിച്ചതുപോലെയുള്ള ദുരന്തം ഉണ്ടായത്. അവിടെ എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കുക, എല്ലാവർക്കും ഒരു 5 ലക്ഷം രൂപയുടെ വീട് വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞാൽ പോലും അതിനകത്തൊരു അനീതിയുണ്ട്. കാരണം വീടുകൾ, കടകൾ, വലിയ സ്ഥാപനങ്ങളൊക്കെ നശിച്ചു പോയവരുണ്ട്. അപ്പോൾ എല്ലാവരുടെയും നഷ്ടം ഒരുപോലെയല്ല, പലതരത്തിലുള്ള നഷ്ടം ഉണ്ടായി. പിന്നെ കുടുംബത്തിലെ എല്ലാ ആളുകളും മരിച്ചവരും, ഒരാളൊഴികെ എല്ലാവരും മരിച്ചവരും ഒക്കെ അങ്ങനെ വലിയ ദുരന്തം അനുഭവിച്ച ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും വലിയ തോതിൽ പണം വന്നു, വീടുകളുടെ ഓഫർ വന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഓഫർ കിട്ടിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ മുഴുവൻ സർക്കാർ ഒന്ന് ടാബുലേറ്റ് ചെയ്ത് എത്ര കോടി രൂപയുടെ ഓഫറുണ്ട്, എത്രമാത്രം സ്ഥലം ഓഫർ ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം കണക്കൂട്ടി വരുമ്പോൾ ഒരുപക്ഷെ ഒരു പൈസയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും വിനിയോഗിക്കാതെ അവരുടെ പുനരധിവാസം നടക്കും. അത്രയ്ക്കും പണവും സഹായം വന്നിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ചൊന്നും സർക്കാർ മിണ്ടുന്നില്ല. പൈസ വരട്ടെ, ദുരിതാശ്വാസ നിധിയിലേക്ക് വരട്ടെ, കേന്ദ്രം തരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരിക്കലും ഇങ്ങനെ ഓഫർ ചെയ്യപ്പെട്ട വാഗ്ദാനങ്ങൾ എത്ര മെറ്റീരിയലൈസ് ചെയ്തു, അതിലൂടെ എത്ര കോടി രൂപയുടെ വാഗ്ദാനങ്ങൾ വന്നിട്ടുണ്ട്, അത് എത്ര ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നില്ല. മറിച്ച് ഇങ്ങനെ കള്ളക്കണക്കുകൾ ഉണ്ടാക്കി ഓരോ മരണവും ഓരോ ദുരന്തവും തങ്ങൾക്ക് പണമുണ്ടാക്കാനുള്ള ഒരു മാർഗമായി കേരള സർക്കാർ, പിണറായി സർക്കാർ, കമ്മ്യൂണിസ്റ്റ് സർക്കാർ മാറ്റിമറിക്കുന്നത് അത്യന്തം ഖേദകരമാണ്. നമ്മൾ ആലോചിക്കണം, കോവിഡ് കാലം, കോവിഡിന് ചേർത്ത് പിടിച്ചു എന്നൊക്കെ പറയുന്നത്. പക്ഷേ കോവിഡിൻ്റെ കാലത്ത് നടന്ന ഏറ്റവും വലിയ തീവട്ടിക്കൊള്ള, ആരോഗ്യവകുപ്പിൽ നടന്ന തീവട്ടിക്കൊള്ള, ഗ്ലൗസ് വാങ്ങിയതിനുൾപ്പെടെയുള്ള ഗ്ലൗസ്, ഗൗണ്, മാസ്ക് ഇതൊക്കെ വാങ്ങിയതിൻ്റെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയുടെ വിവരം പുറത്തു വന്നു. കേരളത്തിൽ ആർക്കും ഒരു പ്രശ്നമില്ല. നമ്മളിപ്പോൾ കേരളത്തിലുള്ള ആളുകൾക്ക് പ്രതികരണശേഷി എന്ന് പറഞ്ഞൊരു സാധനം നഷ്ടപ്പെട്ട് വന്ധ്യംകരിക്കപ്പെട്ട ഒരു സമൂഹമായി കേരളം മാറിക്കഴിഞ്ഞു. അപ്പോൾ അത് കൃത്യമായി സർക്കാരിനറിയാം. അതുകൊണ്ട് ഇങ്ങനെ എക്സാജറേറ്റ് ചെയ്യപ്പെട്ട കണക്കുകൾ അവതരിപ്പിച്ച് പെട്ടിരിക്കുകയാണ് സർക്കാർ. പക്ഷേ അതിന് വേറെ കാര്യമുണ്ട്. CPM വലിയ സന്നാഹമുണ്ട്. അവരാകെ പറയുന്നത് ഇത് കണക്കല്ല, ഇത് എസ്റ്റിമേറ്റാണെന്ന് പറയുകയാണ്. എസ്റ്റിമേറ്റ് എന്താണ്?
ആക്ച്വൽസ് എന്താണ് എന്നറിയാവുന്ന ആളുകളാണ് കേരളത്തിൽ ജീവിക്കുന്നത്. അവരോട് നമുക്ക് വിനീതമായി ഈ സർക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ശവന്തിനികളായി മാറരുത്. നമ്മുടെ 400ഓളം സഹോദരങ്ങൾ മരിച്ചുപോയി, കുറേ പേരുടെ ദേഹം ഇനിയും കിട്ടാനുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ അവരുടെ സ്വത്തും മറ്റ് ജീവിതമാർഗ്ഗങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് അവരെ വിറ്റ്, മരിച്ചവരെ കൂടി വിറ്റ് പണമുണ്ടാക്കാനുള്ള ഈ ദുരയുണ്ടല്ലോ, ആ പിണറായി സർക്കാരിൻ്റെ ഈ ദുരയിൽ നമുക്ക് ഖേദിക്കാം, അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ജനം ഇതൊക്കെ ഓർമ്മിക്കണം. ഓരോ ദുരന്തങ്ങളെയും ആഘോഷമാക്കി മാറ്റാനുള്ള ഒരു ഭരണകൂടം നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്നുള്ളത് അതീവ ലജ്ജാകരമാണ്. നമുക്ക് ഈ തരുണത്തിൽ അല്പമെങ്കിലും നന്ദി ഉണ്ടാവേണ്ടത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോടാണ്. ഹൈക്കോടതിയാണ് ഈ രേഖ തങ്ങളുടെ വിധിയുടെ ഭാഗമായി പുറത്തുവിട്ടത്. അതുകൊണ്ട് നമ്മൾ ഈ സത്യം തിരിച്ചറിഞ്ഞു. ഇതിനെ ന്യായീകരിക്കാൻ ഇറങ്ങുന്ന ക്യാപ്സൂൾ ഫാക്ടറികളോട് പരമപുച്ഛത്തോടെ നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.